നമസ്കാരം. സംസ്ഥാനത്ത് കനത്ത മഴയും പ്രളയക്കെടുതിയും കാരണം സാധാരണക്കാരായ ജനങ്ങൾ ജീവിതം വഴിമുട്ടി ദുരിതാശ്വാസ ക്യാമ്പുകളിലും വെള്ളക്കെട്ടുകളിലുമായി കഴിയുമ്പോൾ നാടിനെ നയിക്കേണ്ട മുഖ്യമന്ത്രി പൊന്നാനിയിൽ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്തത് കേരള രാഷ്ട്രീയ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു ക്രൂരത തന്നെയാണ്. അന്നന്നത്തെ അത്താഴത്തിനായി വരിവരിയായി നിൽക്കുന്ന പാവങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യം തന്നെയാണ് അധികാരത്തിന്റെ ലഹരിയിൽ ഇത്തരം ആർഭാട സൽക്കാരങ്ങളിൽ സംബന്ധിക്കുന്ന ഭരണാധികാരികളുടെ നടപടി. പ്രകൃതിക്ഷോഭത്തിന്റെ ഇരകളായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരിനെ പുച്ഛിച്ചു തള്ളുന്ന ഇത്തരം ധാർഷ്ട്യങ്ങൾ ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് നിസ്സംശയം പറയാം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട മുഖ്യമന്ത്രി ഒരു മുസ്ലിം യൂത്ത് ലീഗ് നേതാവിന്റെ വസതിയിലെത്തി ഉച്ചഭക്ഷണം ആസ്വദിച്ചത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭരണഘടനാപരമായ വീഴ്ച തന്നെയാണ്. ജനങ്ങളുടെ നെഞ്ചത്തുള്ള തീയായി മാറിയ ഈ ഒരു പ്രവൃത്തിയിലൂടെ ദുരന്തമുഖത്ത് ജനങ്ങളെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഭരണകൂടം എത്രമാത്രം തരം താഴ്ന്നിരിക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ്. ജനങ്ങളുടെ നികുതി പണത്തിൽ ആർത്തുല്ലസിക്കുകയും ദുരന്തകാലത്തെ പോലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വ്യക്തിപരമായ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ ഒരു സർക്കാരിന്റെ യഥാർത്ഥ മുഖം ഇതിലൂടെ അഴിഞ്ഞ് വീണിരിക്കുകയാണ്. BJP എന്നും ശക്തമായി എതിർക്കുന്ന ഈ ഒരു ജനദ്രോഹ രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിലെ പ്രബുദ്ധരായ ജനം ഒന്നടങ്കം തെരുവിലിറങ്ങേണ്ട സമയം കഴിഞ്ഞു. ഈ ഒരു അരാജക ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ജനങ്ങൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് വരണം. ദുരന്തമുഖത്തു നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കേണ്ട ഒരു നിർണായക സമയത്ത് മുഖ്യമന്ത്രി സ്വകാര്യ വസതിയിലെ ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തത് കേരളം പൊറുക്കാത്ത അപരാധം തന്നെയാണ്. മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഫൈസൽ ബഫാക്കി തങ്ങളുടെ വസതിയിൽ നടന്ന വിരുന്നിന്റെ ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്തിരുന്നു. സാക്ഷാൽ ആതിഥേയൻ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പങ്കുവെച്ചതോടെയാണ് ഭരണപക്ഷത്തിന്റെ കപടമുഖം പുറത്തു വരുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ പദവിയിലിരിക്കുന്ന ഒരാൾ തന്റെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ കാറ്റിൽ പറത്തി ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ജനങ്ങളോടുള്ള കൊടും ചതി തന്നെയാണ്. ദുരന്തബാധിതരായ ആയിരക്കണക്കിന് ആളുകൾ പട്ടിണിയും ദുരിതവും സഹിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രി സുഖലോലുപതയിൽ മുഴുകുന്നത് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഒരു ഭരണകൂടം കേരള ജനതയോട് മാപ്പ് പറയേണ്ടതുണ്ട്. BJP പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തിറങ്ങി കഴിഞ്ഞു. ജനങ്ങളുടെ കണ്ണീരിൽ കുതിർന്നതാണ് ഓരോ ഭരണാധികാരിയുടെയും കസേര എന്ന സത്യം ഭരണകൂടം സൗകര്യപൂർവ്വം മറക്കുകയാണ്. പ്രകൃതിക്ഷോഭത്തിന്റെ ഇരകളെ തിരിഞ്ഞു നോക്കാൻ സമയമില്ലാത്ത മുഖ്യമന്ത്രിക്ക് സ്വകാര്യ വിരുന്നുകളിൽ പങ്കെടുക്കാൻ എവിടെ നിന്നാണ് ഇത്രയധികം സമയം കിട്ടുന്നതെന്ന് ജനം ചോദിക്കുകയാണ്. ഭരണകൂടത്തിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ടു പോകാമെന്ന് കരുതുന്നവർക്ക് കേരളത്തിലെ ജനം കൃത്യമായ മറുപടി നൽകും. ദുരിതകാലത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന ഈ ഒരു സംസ്കാരം കേരളത്തിന് അപമാനകരമാണ്. BJP മുന്നോട്ട് വെക്കുന്ന ജനപക്ഷ രാഷ്ട്രീയം തന്നെയാണ് ഇതിനുള്ള ഏക പോംവഴി. BJP എന്നും ഉയർത്തിപ്പിടിക്കുന്ന ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ് കേരളം ഭരിക്കുന്നവരുടെ ഇത്തരം രാജ്യദ്രോഹ നടപടികൾ. ഒരു നാട് മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ ജനങ്ങളുടെ നികുതിപ്പണം ദൂർത്തടിച്ചും ഹെലികോപ്റ്ററുകളിൽ പറന്നും ജനങ്ങളെ പരിഹസിക്കുന്ന ഈ ഒരു ഭരണ സംവിധാനം പാടെ പരാജയപ്പെട്ടിരിക്കുന്നു. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട സർക്കാർ സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ദുരന്തകാലത്തെ ഉപയോഗിക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ്. പ്രളയക്കെടുതിയെ നേരിടുന്നതിൽ കേരള സർക്കാർ പൂർണ്ണമായി നിസ്സഹായനായി മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പൊന്നാനിയിലെ ഈ ഒരു ആർഭാടകരമായ വിരുന്ന്. ഇത്തരം ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ താക്കീത് നൽകാൻ കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും തയ്യാറാകേണ്ടിയിരിക്കുന്നു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ട മുഖ്യമന്ത്രി തന്റെ ആർഭാട ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏകാധിപത്യത്തിന്റെ ലക്ഷണം കൂടിയാണ്. കേരളം ഒരു വലിയ പ്രകൃതിക്ഷോഭത്തെ നേരിടുമ്പോൾ ഭരണകർത്താക്കൾ ഇത്തരത്തിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ്. ജനങ്ങളുടെ ജീവനേക്കാൾ സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇത്തരം ഭരണാധികാരികൾ അധികാരത്തിൽ തുടരാൻ അവകാശികളല്ല. ജനങ്ങളുടെ പ്രതിരോധത്തെ ഭയന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവർക്ക് കാലം തീർച്ചയായും മാപ്പ് നൽകില്ല. ഈ ഒരു ഭരണകൂടത്തിന്റെ ഓരോ അടിയും ജനങ്ങൾക്ക് എതിരാണ്. കേരളത്തിന്റെ വികസനത്തെയും ജനങ്ങളുടെ സുരക്ഷയും തകിടം മറിക്കുന്ന ഈ ഒരു നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങളും അനിവാര്യമാണ്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രകളിലുള്ള ധൂർത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. എന്നാൽ അതിലൊന്നും ഒരു പാഠവും ഉൾക്കൊള്ളാൻ കഴിയാതെ
വീണ്ടും ജനങ്ങളുടെ ജീവൻ അപകടത്തിലായ ഈ ഘട്ടത്തിലും തന്റെ ധൂർത്തും ആർഭാടവും തുടരുന്നു എന്നത് തികച്ചും ധാർഷ്ട്യമാണ്. പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച് നേരിട്ട് ആത്മവിശ്വാസം നൽകേണ്ട മുഖ്യമന്ത്രി സ്വകാര്യ സൽക്കാരങ്ങളിൽ പങ്കെടുത്ത് ആനന്ദം കണ്ടെത്തുന്നത് ജനങ്ങളോടുള്ള കൊടുംചതി തന്നെയാണ്. BJP മുന്നോട്ട് വെക്കുന്ന സുതാര്യവും ജനകീയവുമായ ഭരണ മാതൃകയ്ക്ക് എത്രയോ ദൂരെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അരാജക ഭരണം. ജനങ്ങളുടെ വേദനകളിൽ പങ്കുചേരാൻ കഴിയാത്ത ഇത്തരം ഭരണാധികാരികൾക്ക് അധികാരത്തിൽ തുടരാൻ ഒട്ടും അർഹതയില്ല എന്ന് തന്നെ പറയാം. ഇത്തരം ധൂർത്തുകൾക്ക് ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദുരന്തബാധിതർ പട്ടിണി കിടക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം ജനങ്ങളുടെ ശാപത്തിനിരയാകുമെന്നത് ഉറപ്പാണ്. കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഇത് കൂടുതൽ മനസ്സിലാക്കുകയും ചോദ്യം ചെയ്യുകയും വേണം. ഈ ഒരു ഭരണപക്ഷത്തിൻ്റെ ഈ ഒരു അഹങ്കാരത്തിനെതിരെ ശക്തമായ ജനകീയമായ മുന്നേറ്റം രൂപപ്പെടണം. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നവർക്ക് കേരളത്തിലെ പ്രബുദ്ധരായ ജനം കൃത്യമായ മറുപടി നൽകണം. ജനദ്രോഹപരമായ ഇത്തരം രാഷ്ട്രീയ കളികൾ കേരളത്തിൻ്റെ മണ്ണിൽ ഇനി ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയരുത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ഗ്രൂപ്പ് കളികൾക്കും വേണ്ടി സംസ്ഥാനത്തെ ദുരന്തകാലത്തെ പോലും ഉപയോഗപ്പെടുത്തുന്ന ലജ്ജാകരമായ സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തികളായി മാറുമ്പോൾ മുഖ്യമന്ത്രി വിരുന്നുകളിൽ പങ്കെടുത്ത് സമയം കളയുന്നത് മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ്. കേരളത്തിലെ പൊതുസമൂഹം ഇതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. BJP പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. ജനങ്ങളുടെ നികുതി പണത്തിൽ ആർത്തുല്ലസിക്കുന്ന ഭരണാധികാരികൾക്ക് കാലത്തിന്റെ മറുപടി ശക്തമായിരിക്കുമെന്നത് ചരിത്രം പഠിപ്പിക്കുന്ന പാഠമാണ്. ദുരന്തമുഖത്ത് രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ജനങ്ങളെ സഹായിക്കേണ്ടവർ സ്വകാര്യ വിരുന്നുകളിൽ ആനന്ദം കണ്ടെത്തുന്നത് സർക്കാരിന്റെ അധപ്പതനത്തെയാണ് കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അനിവാര്യമായിരിക്കുന്നു. ദുരന്തബാധിതരായ ആയിരക്കണക്കിന് ജനങ്ങൾ ദുരിതത്തിലായിരിക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾക്ക് പകരം സ്വകാര്യ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് ജനങ്ങൾക്ക് നൽകുന്ന തെറ്റായ സന്ദേശമാണ്. എല്ലാവരും ഒരുപോലെ അത് സമ്മതിക്കുകയുമാണ്. ഈ ഒരു സർക്കാരിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. BJP മുന്നോട്ട് വെക്കുന്ന ബദൽ രാഷ്ട്രീയം തന്നെയാണ് ഈ നാടിനിയുള്ള ഏക ആശ്രയം. ഭരണപക്ഷത്തു നിന്ന് പോലും വിമർശനങ്ങൾ ഉയരുന്നത് സർക്കാരിന്റെ ജനവിരുദ്ധതയുടെ ആഴം വ്യക്തമാക്കുകയാണ്. കേരളം മുഴുവൻ പ്രളയക്കെടുതിയിൽ വലയുമ്പോൾ സ്വന്തം സുഖം മാത്രം നോക്കുന്ന മുഖ്യമന്ത്രിയെ ജനങ്ങൾ ഇനിയും വെച്ചു പൊറപ്പിക്കില്ല. BJP ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരം ഭരണാധികാരികൾക്കെതിരെ കേരളത്തിലെ യുവജനങ്ങളും തൊഴിലാളികളും അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഈ ഒരു ജനദ്രോഹ സർക്കാരിനെതിരെ ശക്തമായ ജനകീയ വിചാരണ നടക്കേണ്ടിയിരിക്കുന്നു. പൊന്നാനിയിലെ ഈ ഒരു വിവാദ വിരുന്ന് ഭരണപക്ഷത്തിന്റെ ധാർഷ്ട്യത്തിന്റെയും ജനവിരുദ്ധതയുടെയും അവസാന വാക്കായി മാറുകയാണ്. മുഖ്യമന്ത്രി പദത്തിന്റെ പവിത്രതയെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വകാര്യ പരിപാടികളിൽ സംബന്ധിക്കുന്നവർ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതുണ്ട്. ദുരന്ത ബാധിതരുടെ കണ്ണീരിന് മുകളിൽ അധികാരത്തിന്റെ മേലാപ്പ് വിരിക്കുന്ന ഈ സർക്കാർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും. കേരള ചരിത്രത്തിൽ ഇതുപോലൊരു സർക്കാർ വേറെ ഉണ്ടായി കാണത്തില്ല. പ്രകൃതിക്ഷോഭങ്ങളെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന ഇക്കൂട്ടർ കേരളത്തിന്റെ മണ്ണിൽ കൂടുതൽ കാലം വാഴില്ല. ജനങ്ങളുടെ പ്രതിരോധത്തെ ഭയന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവർക്ക് കാലം കൃത്യമായ മറുപടി നൽകും. പൊന്നാനിയിലെ ആഡംബര സൽക്കാരത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സർക്കാരിന്റെ കപടമുഖം പൂർണ്ണമായും അഴിഞ്ഞ് വീണിരിക്കുകയാണ്. ജനങ്ങളുടെ കണ്ണീരൊപ്പേണ്ട കൈകൾ സ്വകാര്യ വിരുന്നുകളിൽ വിഭവങ്ങൾ നുണയുമ്പോൾ കേരളത്തിലെ ജനം ഈ സർക്കാരിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. BJPയുടെ ശക്തമായ ആശയങ്ങളും ജനപക്ഷ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ അണിനിരന്നുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക എന്നതാണ് ഇതിനുള്ള ഏക പോംവഴി. കേരളം വലിയ പ്രകൃതിക്ഷോഭങ്ങളെയും ദുരന്തങ്ങളെയും നേരിടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പൊന്നാനി വിരുന്ന് സർക്കാരിൻ്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുകയാണ്. ജനങ്ങൾ ദുരിതങ്ങളിൽ കഴിയുമ്പോൾ ആർഭാടങ്ങളിൽ അഭിരമിക്കുന്നവർക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ഇനി സ്ഥാനമുണ്ടാവരുത്. BJP മുന്നോട്ട് വെക്കുന്ന വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും രാഷ്ട്രീയത്തിന് മാത്രമാണ് ഇനി നാടിന് രക്ഷ നൽകാൻ കഴിയുക. ദുരന്തമുഖത്ത് രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ജനങ്ങളെ സഹായിക്കേണ്ടവർ സ്വകാര്യ വിരുന്നുകളിൽ ആനന്ദം കണ്ടെത്തുന്നത് സർക്കാരിൻ്റെ അധപ്പതനത്തെയാണ് കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അനിവാര്യമായിരിക്കുന്നു. ദുരന്ത ബാധിതർക്ക് അർഹമായ സഹായം എത്തിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ സ്വന്തം ആഘോഷങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നത് ക്രൂരതയാണ്. കേരളത്തിലെ ഓരോ പൗരനും ഇന്ന് സർക്കാരിനോട് ചോദിക്കാനുള്ളത് ഒരേയൊരു കാര്യമാണ്: നിങ്ങളുടെ കണ്ണിൽ ജനങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ? പ്രകൃതിയുടെ കനിവില്ലായ്മയും സർക്കാരിൻ്റെ അലംഭാവവും ചേർന്ന് കേരളത്തിലെ സാധാരണക്കാരെ അങ്ങേയറ്റത്തെ ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഈ ഒരു നിസ്സഹായാവസ്ഥയെ മുതലെടുത്ത് ആർഭാടങ്ങളിൽ മുഴുകുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ഭരണാധികാരിയായിരിക്കും. BJP ഒരു ജനദ്രോഹത്തിനെതിരെ ശക്തമായ സമരം തന്നെ നയിക്കും.
ചുരുക്കത്തിൽ പ്രളയക്കെടുതിയിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി നടത്തിയ ഈ ഒരു പൊന്നാനി വിരുന്ന് സർക്കാരിൻ്റെയും മനുഷ്യത്വമില്ലായ്മയുടെയും പരാജയത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ബാധ്യതപ്പെട്ടവർ തങ്ങളുടെ ദുരന്തങ്ങളെ പരിഹസിക്കുമ്പോൾ കേരളത്തിലെ ജനം ഒന്നടങ്കം ഈ ഒരു ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. BJPയുടെ ശക്തമായ ആശയങ്ങളും ജനപക്ഷ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ജനദ്രോഹ സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക എന്നതാണ് ഇനിയുള്ള നീക്കം. കേരളത്തിന്റെ നന്മയ്ക്കായി ഈ ഒരു ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. ജനങ്ങളുടെ നികുതി പണത്തിൽ ആർത്തുല്ലസിക്കുന്ന ഭരണകർത്താക്കൾക്ക് കാലം മറുപടി നൽകും എന്നത് നമുക്ക് കാണാം. കേരളത്തിന്റെ നന്മയ്ക്കായി ഈ ഒരു ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. ജനങ്ങളുടെ നികുതി പണത്തിൽ ആർത്തുല്ലസിക്കുന്ന ഭരണാധികാരികൾക്ക് കാലം മറുപടി നൽകും. കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ജനവിരുദ്ധ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ ഇനിയും തുടരുന്നതായിരിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ആഘോഷങ്ങളിൽ മാത്രം മതിമറക്കുന്ന ഈ ഒരു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ കേരളത്തിലെ ജനങ്ങളും BJP പ്രവർത്തകരും അടങ്ങിയിരിക്കില്ല. ജനങ്ങളുടെ വിജയത്തിനായി, ജനങ്ങളുടെ നന്മയ്ക്കായി, കേരളത്തിനായി ഈ ഒരു പോരാട്ടം വിജയം കാണും വരെ മുന്നോട്ട് പോകണം. ഈ വാർത്തയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.